Good morning all. എൻ്റെ ടോപ്പിക്ക് ഡിസിഷൻ ട്രീ ആൻഡ് റാൻഡം ഫോറസ്റ്റ്. ഡിസിഷൻ ട്രീയും റാൻഡം ഈ രണ്ടും ഒരു സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് ആൽഗോരിതം ആണ്. ഇത് യൂസ് ചെയ്യുന്നത് റിഗ്രഷനും ക്ലാസിഫിക്കേഷനും വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ക്ലാസിഫിക്കേഷനും റിഗ്രഷനും എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ കാറ്റഗറീസ് പ്രൊഡിക്റ്റ് ചെയ്യാം. പറഞ്ഞ പോലെ തന്നെ ഒരു മെയിൽ സ്പാം ആണോ അല്ലയോ, അല്ലെങ്കിൽ ഒരു ആനിമലിന്റെ ഫോട്ടോ ഡോഗ് ഓർ കാറ്റ്, അങ്ങനെ കാറ്റഗറീസ് പ്രൊഡിക്റ്റ് ചെയ്യുന്നതിനാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തത് റിഗ്രഷൻ. റിഗ്രഷൻ എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് വാല്യൂസ് പ്രൊഡിക്റ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ ഒരു ഹൗസിന്റെ പ്രൈസ് എത്രയാണെന്ന് പ്രൊഡിക്റ്റ് ചെയ്യുക, അതുപോലെ നാളത്തെ വെതർ എന്താന്ന് പ്രൊഡിക്റ്റ് ചെയ്യുക, അതന്നെയാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് രണ്ടിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ആൽഗോരിതംസ് ആണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. ഒന്ന് ഡിസിഷൻ ട്രീയും റാൻഡം ഫോറസ്റ്റ്. ആദ്യം തന്നെ ഡിസിഷൻ ട്രീ. ഡിസിഷൻ ട്രീ എന്ന് പറയുമ്പോൾ ഒരു ഫ്ലോ ചാർട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ദാറ്റ് ലെറ്റ്സ് ടു എ ഡിസിഷൻ. എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ച് ഒരു ഡിസിഷനിലേക്ക് എത്തുക, അല്ലെങ്കിൽ ഓരോ കണ്ടീഷൻ ചെക്ക് ചെയ്ത് ഒരു ഡിസിഷനിലേക്ക് എത്തുക. അതാണ് ഡിസിഷൻ ട്രീ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു ഡാറ്റാ സെറ്റ് ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചൂസ് ദ ബെസ്റ്റ് ഫീച്ചർ ടു സ്പ്ലിറ്റ് ദ ഡാറ്റ. ഈ ഡാറ്റനെ സ്പ്ലിറ്റ് ചെയ്യാനുള്ള ബെസ്റ്റ് ഫീച്ചർ ചൂസ് ചെയ്യാം. എന്നുവെച്ചാൽ ആൽഗോരിതം, നമ്മൾ ഈ ഡിസിഷൻ ട്രീ ആൽഗോരിതം ആദ്യം എല്ലാ ഫീച്ചേഴ്സും നോക്കും. അപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ വെദർ ഐ ഷുഡ് പ്ലേ ക്രിക്കറ്റ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊരു ഡിസൈഡ് ചെയ്യണം, ഒരു ഡിസിഷൻ എടുക്കണം. അപ്പം നമുക്ക് അതിലുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് വെദർ, ഹ്യൂമിഡിറ്റി, വിൻഡ്, അതൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ കളിക്കണോ വേണ്ടയോ എന്ന് നോക്കാം. അപ്പോൾ ഈ ആൽഗോരിതം എന്താ ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ ഏത് ഫീച്ചറാണ് കൂടുതൽ ഈ ഡാറ്റനെ സ്പ്ലിറ്റ് ചെയ്യാൻ കൂടുതൽ ആപ്റ്റ് ഉള്ളത്, അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ സെലക്ട് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻഫർമേഷൻ ഗെയിൻ, അങ്ങനത്തെ മാത്ത് മെഷേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഫീച്ചേഴ്സ് ഒക്കെ സെലക്ട് ചെയ്യുന്നത് ഡാറ്റനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ നമുക്ക് ഫീച്ചേഴ്സ് കിട്ടി, വീണ്ടും നമ്മൾ ഫീച്ചേഴ്സ് ചൂസ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഈ ഫീച്ചേഴ്സിന് വീണ്ടും ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. പറയുകയാണെങ്കിൽ വെദർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫീച്ചർ എടുക്കുകയാണെങ്കിൽ അതിന് വീണ്ടും ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ സണ്ണി, റെയിനി, ക്ലൗഡി, അങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. പിന്നെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കും. അൽഗോരിതം അടുത്ത ബെസ്റ്റ് ഫീച്ചർ ഏതാ, ഈ ഡാറ്റ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അടുത്ത ബെസ്റ്റ് ഫീച്ചർ ഏതാ, അങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇപ്പൊ സണ്ണി നമ്മൾ വീണ്ടും വെദർ ഡിവൈഡ് ചെയ്ത് സണ്ണി, റെയിനി, ക്ലൗഡ് അങ്ങനെ ഡിവൈഡ് ചെയ്തു. സണ്ണി ആണെങ്കിൽ വിൻഡ് ചെക്ക് ചെയ്യും, യെസ് ഓർ നോ എന്നുള്ളൊരു, അങ്ങനെ വീണ്ടും ചെക്ക് ചെയ്യും. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. പിന്നെ ഇതിനൊരു സ്റ്റോപ്പിംഗ് കണ്ടീഷൻ എപ്പോഴാണ് എത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാക്സിമം ഡെപ്ത് അല്ലെങ്കിൽ ലിമിറ്റ് റീച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റോപ്പിംഗ് കണ്ടീഷൻ എത്തും. അങ്ങനെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. അല്ലെങ്കിൽ ഈ ഒരു ബ്രാഞ്ചിലുള്ള എല്ലാ സാമ്പിൾസും ഒരേ ക്ലാസ്സിലാണ് ബിലോങ് ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു പ്യുവർ സാധനം നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും, ഈ സ്പ്ലിറ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അതിന് അവസാനം നമുക്ക് ഈ ട്രീയിൽ കിട്ടുന്ന നോഡിനെയാണ് ലീഫ് നോഡ് എന്ന് പറയുന്നത്. അതായിരിക്കും നമുക്ക് പ്രഡിക്ഷൻ തരാം. അതിലുള്ള വാല്യൂ ആയിരിക്കും നമ്മളെ പ്രഡിക്ഷൻ. അപ്പോൾ നമുക്കൊരു പ്രഡിക്ഷൻ നടത്തണമെങ്കിൽ ആദ്യം നമ്മൾ റൂട്ടിൽ നിന്ന് തുടങ്ങും, എന്നിട്ട് ഓരോ കണ്ടീഷൻസ് ചെക്ക് ചെയ്ത് ഒരു ലീഫിലെത്തും. അതായിരിക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, ഷുഡ് ഐ പ്ലേ ക്രിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ വെദർ നോക്കും. റെയിനി ആണെങ്കിൽ ഡോണ്ട് പ്ലേ എന്നുള്ളൊരു സജഷനിലെത്തും. ഈ സണ്ണി ആണെങ്കിൽ വിൻഡും കൂടിയും ചെക്ക് ചെയ്യും. വിൻഡി ആണെങ്കിൽ ഡോണ്ട് പ്ലേ, നോട്ട് വിൻഡി ആണെങ്കിൽ പ്ലേ, അങ്ങനെ ഡിസിഷനിലേക്ക് ഇങ്ങനെ എത്തുന്നതിനാണ് ഡിസിഷൻ ട്രീ എന്ന് പറയുന്നത്. ആ അൽഗോരിതം അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തതാണ് റാൻഡം ഫോറസ്റ്റ്. ഈ ടേമിൽ ഫോറസ്റ്റ് എന്നുള്ള ടേം പോലെ തന്നെ ഒരുപാട് ഡിസിഷൻ ട്രീസ് കമ്പൈൻ ചെയ്തതാണ് ഒരു റാൻഡം ഫോറസ്റ്റ്. അപ്പോൾ ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ ബൂട്ട് സ്ട്രാപ്പ് സാമ്പിളിംഗ് എന്ന് പറയും. അപ്പോൾ ആൽഗോരിതം നമുക്ക് ഉള്ള ഡാറ്റാ സെറ്റ്, ഒറിജിനൽ ഡാറ്റാ സെറ്റിന് ആൽഗോരിതം വേറൊരു ഡാറ്റാ സെറ്റ് ക്രിയേറ്റ് ചെയ്യും വിത്ത് റീപ്ലേസ്മെന്റ്. അപ്പോൾ വിത്ത് റീപ്ലേസ്മെന്റ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു 100 സ്റ്റുഡൻസിന്റെ ഡാറ്റ നമ്മളെടുത്തുണ്ട്. അപ്പോൾ ആൽഗോരിതം ഒരു ട്രീക്കാണ്, ഇപ്പോൾ ഒരുപാട് ട്രീസ് ഉള്ളതാണ് റാൻഡം ഫോറസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ട്രീക്കാണെങ്കിൽ ആൽഗോരിതം റാൻഡമായിട്ട് 100 സ്റ്റുഡൻസിന്റെ ഡാറ്റ എടുക്കും. അപ്പോൾ ഡാറ്റ ഇവിടെ റീപ്ലേസ്മെന്റ് നടക്കുന്നതുകൊണ്ട് തന്നെ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഒരേ ഡാറ്റ വീണ്ടും വരും. അപ്പോൾ അതാണ് വിത്ത് റീപ്ലേസ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചിലത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാണ്ടിരിക്കും. അപ്പോൾ ഓരോ ട്രീക്കും ഒരു സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡാറ്റാ സെറ്റ് കിട്ടും. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് റാൻഡം ഫീച്ചർ സെലക്ഷൻ. എന്നുവെച്ചാൽ ഓരോ ട്രീ ബിൽഡ് ചെയ്യുമ്പോൾ എല്ലാ ഫീച്ചേഴ്സ് എടുക്കുന്നതിന് പകരം
കുറച്ച് ഫീച്ചേഴ്സ് മാത്രം ആൽഗോരിതം എടുക്കും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ വെതർ, വിൻഡ്, ഹ്യൂമിഡിറ്റി, ടെമ്പറേച്ചർ അതൊക്കെ യൂസ് ചെയ്ത് അതൊക്കെയാണ് ഫീച്ചർ എങ്കിൽ ഒരു ട്രീ വെതർ ഹ്യൂമിഡിറ്റി മാത്രം എടുക്കും, വേറൊരു ട്രീ വിൻഡ്, ടെമ്പറേച്ചർ അങ്ങനെ എടുക്കും. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ട്രീസ്, മൾട്ടിപ്പിൾ ഡിഫറെൻറ്റ് ഡാറ്റാ സെറ്റും ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് ഉള്ള മൾട്ടിപ്പിൾ ട്രീസ് കിട്ടും. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഒരു 100 ട്രീസ് നമ്മൾ ഗ്രോ ചെയ്യുകയാണെങ്കിൽ പ്രൊഡിക്ഷൻ എങ്ങനെയാണ് നടത്തുകയെന്ന് വെച്ചാൽ വോട്ടിങ് അല്ലെങ്കിൽ ആവറേജിങ് വെച്ചിട്ട്. ക്ലാസിഫിക്കേഷൻ പ്രോബ്ലംസ് ആണെങ്കിൽ കാറ്റഗറീസ് പ്രൊഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഓരോ കാറ്റഗറിക്ക് എത്ര വോട്ടുണ്ട്, വോട്ടിന്റെ ബേസിൽ നമ്മൾ അവസാനത്തെ ഡിസിഷനിലേക്ക് എത്തും. അതാണ് അങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലംസിൽ നടക്കുക, പ്രഡിക്ഷൻ നടക്കുക. റിഗ്രഷൻ പ്രോബ്ലം ആണെങ്കിൽ ട്രീ നമുക്ക് നമ്പറാണ് പ്രൊഡിക്റ്റ് ചെയ്യുക. അപ്പം നമ്പർ പ്രൊഡിക്റ്റ് ചെയ്യുമ്പോൾ പല ട്രീസിൻ്റെ ആവറേജ് എടുത്ത് പ്രൊഡിക്ഷൻ എടുത്ത് അതിൻ്റെ ആവറേജ് എടുത്തിട്ട് അതായിരിക്കും നമ്മളെ ഫൈനൽ പ്രൊഡിക്ഷൻ വരിക. അപ്പോൾ ഇതിനൊരു റിയൽ ലൈഫിൽ കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്കൊരു മൂവി കാണണം. ഇപ്പോൾ നമ്മളൊരു ഫ്രണ്ടിനോട് റിവ്യൂ ചോദിക്കുകയാണ്, വർത്താണോ വാച്ച് ചെയ്യുന്നതിൽ, നമ്മളൊരു ഫ്രണ്ടിനോട് ചോദിക്കുന്നതിനാണ് ഡിസിഷൻ ട്രീ എന്ന് പറയുന്നത്. അപ്പോൾ അത് ബയാസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ അതിന് പകരം ഒരു 100 ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ട് മെജോറിറ്റി ഒപ്പീനിയൻ എടുക്കുകയാണെങ്കിൽ അത് റാൻഡം ഫോറസ്റ്റ് കുറച്ചുകൂടി റിലയബിളും ആക്യുറേറ്റ് ആയിരിക്കും.